മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് പെരിന്തൽമണ്ണ. ഹോസ്പിറ്റൽ നഗരി, ഫുഡങ്ങാടി തുടങ്ങിയ പല പേരുകളിൽ പെരിന്തൽമണ്ണ അറിയപ്പെടും. പെരിന്തൽമണ്ണയുടെ മറ്റൊരു ഐഡൻറ്റിറ്റി മാർക്കാണ് കൊടികുത്തിമല ഇക്കോ ടൂറിസം. ആദ്യകാലങ്ങളിൽ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തിയിരുന്ന ഈ സ്ഥലം ഇപ്പോൾ സാഹചര്യം കൊണ്ടും കാലാവസ്ഥ കൊണ്ടും ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് ഈ സ്ഥലം മാറിയിട്ടുണ്ട്. ഒന്ന്, അധികാരികളുടെ ശ്രദ്ധ ഉണ്ട് എന്നൊക്കെ പറയപ്പെടുമ്പോഴും അതിൻ്റെ ഒരു കുറവ് ഇവിടെ വരുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. മദ്യക്കുപ്പികളുടെ ഒരു വലിയ ശേഖരം നമ്മൾ പോകുന്ന വഴികളിലൊക്കെയും കാണാം. പിന്നെ ഇതുപോലെയുള്ള ഗ്യാപ്പും, നമ്മൾ റോഡിൽ നിന്ന് ജസ്റ്റ് മാറി ഇതുപോലെയുള്ള ഗ്യാപ്പുകളും, അവിടെയൊക്കെ ഒരുപാട് മദ്യക്കുപ്പികളും സിറിഞ്ച് ഐറ്റംസും കാര്യങ്ങളും എല്ലാം. സിറിഞ്ച് ഞാൻ പറഞ്ഞല്ലോ, മദ്യക്കുപ്പി അവർ ഉപേക്ഷിച്ച് പോകും. ബാക്കിയുള്ള ഡ്രഗ് അഡിക്ട്സും അതുപോലെ സിന്തറ്റിക് ഡ്രഗൊന്നും അവർ ഉപയോഗിച്ച് മുഴുവൻ തീർത്തിട്ടേ പോവുള്ളൂ, ബാക്കി ഇടാറില്ല. അതുകൊണ്ട് അതിൻ്റെ കണ്ടൻസ് കിട്ടുന്നില്ല. പക്ഷേ ഇവിടെ വരുന്നവരും നമ്മളോട് സംസാരിച്ചവരൊക്കെ പറഞ്ഞത് അതൊന്നും ഇല്ലാതെ ഒരു ദിവസം പോലും ഇവിടെ അസ്തമിക്കൂല എന്നാണ്. കാരണം അത്രയേറെ ഡ്രഗ് ഇതിനെ മുകളിലോട്ട് കയറി വരുന്നുണ്ട്. അതിനുള്ള ആളുകളും ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു പോലീസ് പെട്രോളിംഗ് ഒന്നും കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. അതിൻ്റെയൊക്കെ വലിയ പോരായ്മ കൊടികുത്തിമല ഇക്കോ ടൂറിസത്തിന് സംഭവിച്ചിട്ടുണ്ട്. ശരിക്ക് യഥാർത്ഥത്തിൽ പെരിന്തൽമണ്ണയിൽ വലിയ തരത്തിൽ മാഫിയ ലോബി, സിന്തറ്റിക് ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ലഹരി മാഫിയ ഇതിന് മുകളിൽ കൃത്യമായിട്ട് അവരുടെ സെയിലും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോവുകയാണ്. ഈ പ്രവർത്തികളെയും ചെയ്തികളെയൊക്കെ മാറ്റി നിർത്തണമെങ്കിൽ പെരിന്തൽമണ്ണയുടെ പ്രിയപ്പെട്ട MLA നജീബ് കാന്തപുരം അവറുകളും പെരിന്തൽമണ്ണയ്ക്കകത്തെ ബഹുജന പ്രസ്ഥാനങ്ങളും ഈ നാട്ടുകാരും അധികാരി വർഗമൊക്കെ ഫലപ്രദമായിട്ട് ഇടപെടേണ്ട സമയം അധികരിച്ചിട്ടുണ്ട്. അതല്ല, ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ വലിയ തരത്തിൽ ലഹരി മാഫിയ സംഘങ്ങൾക്ക് കൊടികുത്തി വാഴാനുള്ള അവസരം നൽകും. ഇടപെടണം.